ഗൈസ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. ഞാൻ യൂട്യൂബ് നിർത്താൻ പോകും. ഇനി കൊണ്ട് വയ്യ. അപ്പൊ നിങ്ങൾ ചോദിച്ചു എന്താ കാരണം എന്നുള്ളത്. കാരണം സോ ഗൈസ് വെൽക്കം ടു റെയിൽവേ ചായവാല. ചായ ചായ കാപ്പി കാപ്പി അതൊക്കെയാണ്. അതായത് റെയിൽവേയിലാണ് നമ്മൾ ചായ വിൽക്കാൻ പോണത്. പക്ഷെ തുടക്കം തന്നെ ഈ ഗെയിമില് നമ്മൾ ആരും വലിച്ചു കൊണ്ടുപോകാണ്. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ ആണോ? ചായവാല ഒന്നല്ലേ? ഓക്കെ അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അതേപോലത്തെ റെയിൽവേ സ്റ്റേഷനെ. അത് മാത്രല്ല റെപ്പ് കട തുടങ്ങുകയാണ്, ചായക്കട തുടങ്ങുകയാണെന്ന് കണ്ടപ്പോ തന്നെ കണ്ടോ ആൾക്കാർക്ക് വട്ടം കൂടി നിൽക്കണ്. കണ്ടോ ജസ്റ്റ് ഒക്കെ വിരിച്ച് ജിമ്മൻ ഇതൊരു പെൺകുട്ടിന്റെ ടീഷർട്ട് ഇട്ടിട്ട് കസ്റ്റമർ ആണെന്നാ തോന്നണേ. ഓക്കെ നമുക്കൊന്ന് വർത്താനം പറഞ്ഞു നോക്കാം. ഓ യു കുട്ടി നൈസ് ലുക്കിംഗ് ഫേസ്. ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ ഇതൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് ആണോ? ഇവന്റെ എന്താ മൂസക്കൈനെ വരില്ലേ? ഓക്കെ ഇവനോടൊന്ന് സംസാരിക്കാം. ഡു യു വാണ്ട് സം മിൽക്ക്? പാല് വേണോന്നോ? കസ്റ്റമർ ഇങ്ങോട്ടാണോ ചോദിക്കണേ പാല് വേണോന്ന്? നീ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കണടാ. ഓക്കെ 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 ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചായ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഏട്ടാ ഡു യു ബിലീവ് ഇറ്റ്? തേങ്ങ പോർന്ന് അതൊന്നും നമുക്ക് നോക്കണ്ടടാ. നമ്മളോട് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് എൻ്റർ ദ ഷോപ്പ്. അതായത് ഇതാണ് നമ്മളെ കട. കണ്ടില്ലേ നമ്മള് ശരിക്കും റെയിൽവേ സ്റ്റേഷനിലേ ഇങ്ങനത്തെ കടകളെ ഉണ്ടാക്കുള്ളൂ, അല്ലാതെ മൊത്തം മൂടി കിടക്കുന്ന കടകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ന്യൂസ് പേപ്പർ വായിക്കാനാണ്. എവിടെ? ഇതാണ് ന്യൂസ് പേപ്പർ. ഓ ഇതാണ് ന്യൂസ് പേപ്പർ. ലെറ്റ്സ് ഗോ. ന്യൂസ് പേപ്പർ വായിക്കാം. റെയിൽവേ ടിക്കറ്റ് പ്രൈസ് ടു ഇൻക്രീസ് ഫ്രം മാർച്ച്. റെയിൽവേ ടിക്കറ്റിന്റെ പൈസ കൂടിയിട്ടുണ്ട്. ഓക്കെ അതേപോലെ വേറെ എന്തൊക്കെ ന്യൂസ് പേപ്പറാണ് വന്നിട്ടുള്ളത്. ഓ ബ്രോ ഏവോ മരിക്കത്തെ ഒരു കസ്റ്റമർ നമുക്ക് വന്നിട്ടുണ്ട്. ഇവർക്ക് എന്താ വേണ്ടിയെന്ന് നോക്കി നോക്കാം. ഓക്കെ എന്റെ പുതിയ ചായക്കടേട്ടാ ബ്രദർ ഹൗ ആർ യു? ഓക്കെ നല്ലതാണ്. ഗീവ് മീ വൺ വടാപാവ് ആൻഡ് വൺ കപ്പ് ഓഫ് ചായ. ഓക്കെ ചായയും വടാപ്പാവും ആണ് എനിക്ക് വേണ്ടത്. സോ നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ കുറെ റെസിപ്പീസും അതേപോലെ തന്നെ കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ വടാപ്പാവ് റെസിപ്പി. ടേക്ക് ദ പേപ്പർ പ്ലേറ്റ്. അതായത് പേപ്പർ പ്ലേറ്റ് ഫസ്റ്റ് ഉണ്ടാക്കണം. ഇതാരാ കടക്കണത്? ഒരു മിനിറ്റ്. ഇവനെന്താ റെയിൽവേയിൽ ഇങ്ങനെ കടന്നുറക്കണത്? Let me sleep. I am tired from doing my job. എന്ത് കിളി മാറി നിൽക്കണ എന്ത് ജോബ്? എന്നാ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കയറി കിടക്ക്. അവിടെയാണെങ്കിൽ നല്ല സുഖമായിരിക്കും. ട്രെയിൻ കയറാണ്ട് ചമ്മന്തി ആവട്ടെ. ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഇവൻക്കുള്ള വടാപ്പാവ് ഒന്ന് എടുത്ത് നോക്കാം. വടാപ്പാവിന് ഫസ്റ്റ് നമുക്ക് പേപ്പർ ആണോ പേപ്പർ പ്ലേറ്റ്? ഗൈസ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യത്തെ അതേപോലെ തന്നെ നമ്മൾ കടലുട്ടയൊക്കെ വാങ്ങുമ്പോ പൊതിഞ്ഞേരൂലേ ഈ പേപ്പർ വെച്ച് കണ്ട്. ഈ പേപ്പർ പ്ലേറ്റ് വടാപ്പാവ് പാക്കിംഗ് സ്റ്റേഷൻ. ഇതാണ് വടാപ്പാവ് പാക്കിംഗ് സ്റ്റേഷൻ. അവിടെ വെക്കാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് വടാപ്പാവ് ആഡ് ചെയ്യാം. ഓക്കെ ഇത് വടയാണ്. ആദ്യം എടുക്കുന്നു, ഇത് നമ്മൾ ഇവിടെ വെക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വട ആഡ് ചെയ്യുന്നു. ഇതാണ് വട. ഇത് ലഡു പോലത്തെ ഒരു സംഭവമാണ്. അത് നമ്മൾ നേരെ ഇതിൽ വെക്കുന്നു. ഓ ബർഗറാണ് അത്. വടാപ്പാവ് എങ്ങനെ ബർഗർ ആണ്? ഇനി കുറച്ച് മുളകും കൂടി ഇട്ടാ കുറച്ച് തോനിടാൻ പറ്റുമോ? ഇത് ഇട്ട് കഴിഞ്ഞാൽ ഓനോട് കത്തട്ടെ. അത് സെറ്റായി എന്നാ തോന്നണത്. ഇനി ഇത് നേരെ ഇവിടെ കൂടുന്ന് വെച്ച് കഴിഞ്ഞാ ഓ വടാപ്പാവ് റെഡി. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിനു മുന്നേ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം, അതേപോലെ സബും ചെയ്യാം. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം എന്തെങ്കിലും നോക്കാം. ആഡ് വാട്ടർ ഇൻ ദ പോട്ട്. ഓക്കെ നമുക്ക് വാട്ടർ ആദ്യം ആഡ് ചെയ്യണം. ഇത് വാട്ടർ ആണോ? ഓക്കെ വാട്ടർ ബോട്ടിലുണ്ട്. അത് നമ്മള് ഫുഗി പോട്ടും ടീ പോട്ടും ഉണ്ട്. ടീ ഉണ്ടാക്കുന്ന പോട്ടൊക്കെ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നു. പ്ലാസ്റ്റിക് കുപ്പി അടക്കണ്ടിട്ടു ടേസ്റ്റ് കൂടാനും വേണ്ടി. പ്ലാസ്റ്റിക്കും ചായയും കുടിച്ചട്ടെ. ഇനി നമുക്ക് അതിക്ക് ആഡ് ടീ ലീവ്സ്. ലീവ്സ് പറഞ്ഞാല് നമ്മളമ്മക്ക് ഉണ്ടാക്കുന്ന ചായപ്പൊടി ഇല്ലേ? എനിക്ക് ശരിക്കും ചായക്ക് ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഉണ്ടാക്കേണ്ടി തോന്നണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ ചായ ഉണ്ടാക്കാൻ? നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം ചായക്ക് ഉണ്ടാക്കാൻ. ഓക്കെ ഇനി നമുക്ക് ആഡ് ഷുഗർ. ഓക്കെ ഷുഗർ ആഡ് ചെയ്തിട്ട് ഷുഗർ ആഡ് ചെയ്തപ്പോ ചായന്റെ കളറേ മാറി. കണ്ടോ പാൽ ചായ. ഓ ഇതൊരു 10 രൂപ ആൾക്കാർക്കുള്ള ചായ ഉണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും കൊടുക്കാം. ഫസ്റ്റ് ദിവസമല്ലേ ഉദ്ഘാടനല്ലേ എല്ലാം ആയിക്കോട്ടെ. ഇനി നമുക്ക് അതിക്ക് മിൽക്ക് ആഡ് ചെയ്യണം. മിൽക്ക് എവിടെ കിട്ടുക? ഓ എടാ മിൽക്ക് അതല്ലടാ ഇതാണ് മിൽക്ക്. ഓ വാക്കൂൾ പ്ലാറ്റിനം മിൽക്ക്. നമ്മളോടൊക്കെ മിൽമേണെങ്കിൽ ഇവിടെ വാക്കൂൾ പറഞ്ഞ ഒരു പെണ്ണിന്റെതാണ്. ഓ അതിന് കളർ മാറി കണ്ടോ. ഇനി ഒരു ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് ജിഞ്ചർ ഏതാന്നുള്ളത് നോക്കിയോ കേട്ടോ. ഓ ഇതാണ് ജിഞ്ചർ. ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് ചായ റെഡി. കണ്ടോ 8 7 അങ്ങനെ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ ചായ റെഡി. അതിന് മുന്നേ നമുക്കൊരു പേപ്പർ ഗ്ലാസ് എടുക്കണം. അതിവിടെ പേപ്പർ ഗ്ലാസ്. ഓ ഇതാണ് തോന്നണേ. ഓ ഫ്രിഡ്ജ് അടക്കട്ടെ അല്ലെങ്കിൽ അത് തണുക്കും. ഇനി പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഒരു കപ്പ് ഒരു മൊന്ത ചായ മൊത്തം ഒരു പേപ്പർ ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് ഫേക്ക് കട പൂട്ടേണ്ടി വരും ഇപ്പൊ തന്നെ. മൊത്തം കഴിഞ്ഞ് കൂടിയണ്ണ ഇനി ആക്ക് കൊടുക്കേ. എന്നാ മുണുങ്ങേ. ഫുഡ് നല്ല രസമുണ്ട്. ഇറ്റ് മേഡ് മീ വെറ്റ്. ഞാൻ നനഞ്ഞു പോയി. മാങ്ങ എടീത് പോടാ. ഓക്കെ അങ്ങനെ നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ ഗൈസ്. ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ പിരിച്ചു വിട്ടിട്ടുണ്ട് കണ്ടോ. ഒന്ന് ആട് വിട്ടു. ഓ നെക്സ്റ്റ് കസ്റ്റമർ ആണ് വരുന്നത് തോന്നണേ. അല്ല അവൻ എണീറ്റ് പോയല്ലോ. ഓ വരുന്നുണ്ട്. ഇവനാണ് നമ്മളോട് നേരത്തെ പറഞ്ഞത് എണീറ്റ് പോകാനല്ലേ. ഇവർക്ക് ഞാൻ ചായയില് വിമ്മിട്ട് കലക്കി കൊടുക്കും. വയറണ്ട ആളാക്കട്ടെ. ഡോറ ബുജിന്റെ തലയും വെച്ചിട്ട് ഇവൻ വന്നിക്കണോക്കാം. ഹലോ സെംപായോ റപ്പോടാ
സെംപായി എന്നാട്ടോ വിളിക്കണേ. അപ്പൊ നമ്മൾ ചോദിച്ചു എടാ മാങ്ങ ചെറുക്ക എന്താ നീ പറയാൻ ഉദ്ദേശിക്കണെന്ന് നമ്മൾ ചോദിച്ചു നോക്കി. ഐ ആം സേയിങ് ബ്രദർ. ഓ ബ്രദറിന്റെ അർത്ഥാണ് സെംപായി. അല്ല സെംപായിന്റെ അർത്ഥം ബ്രദർ എന്നാണ്. ഓക്കെ ഗിവ് മീ 1 പ്ലേറ്റ് ഫുഗ്ഗി ആൻഡ് 1 കോഫി. ഓക്കെ കോഫി നമുക്ക് എടുത്തു കൊടുക്കാം. പക്ഷേ ഫുഗ്ഗി എന്താ? ഫുഗ്ഗി എന്താ? ഓക്കെ സമൂസയൊക്കെ ഉണ്ട്, അതുപോലെ കെച്ചപ്പ് ഉണ്ട്, കോഫി റെസിപ്പി. ഓക്കെ ടേക്ക് പേപ്പർ കപ്പ്. നമുക്ക് ആദ്യം കോഫി ഉണ്ടാക്കി കൊടുക്കടാ. പേപ്പർ കപ്പ് എടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ചു കൊടുക്കുക. ഓ ഇത്ര ഉള്ളൂല്ലേ? എടാ കോഫി കിട്ടി, സിമ്പിൾ സാധനം. നമ്മളിങ്ങ കുടിക്കാ. ഓ നമുക്ക് ഫുഗ്ഗിയും കൂടി ഉണ്ടാക്കണം. ഇതാണോ ഫുഗ്ഗി? ഓ ഫുഗ്ഗി റെസിപ്പി. ടേക്ക് ഫുഗ്ഗി പാക്കറ്റ്. ഫുഗ്ഗി പാക്കറ്റ് എന്ന് പറഞ്ഞാല് ഫുഗ്ഗി എന്ന് പറയുന്നത് മാഗി എന്നാണ്. ഇത് മനസ്സിലായോ? നോക്ക് 5 രൂപന്റെ ഈ മാഗിക്കാണ് ഫുഗ്ഗി എന്ന് പറയുന്നത്. തേങ്ങ. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? ഓക്കെ കട്ടിംഗ് സ്റ്റേഷനിലാണ് വെക്കേണ്ടത്. ഇതാണ് കട്ടിംഗ് സ്റ്റേഷൻ. ഇനി നമുക്ക് കുറച്ച് വാട്ടർ എടുത്തിട്ട് നമ്മൾ ഫുഗ്ഗി പോട്ട് കൊയ്ക്കണം. കണ്ടോ? അതേപോലെ തന്നെ ഇനി ആഡ് കണ്ടോ ഈ റോ ഫുഗ്ഗി നമ്മൾ ശരിക്കും മാഗി ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഓ നൈസ്. ഇനി ഫുഗ്ഗിന്റെ മസാലയും കൂടി ഇതിക്കിട. എല്ലാ പാക്കറ്റും കൂട്ടിയിടണം കേട്ടോ. ശരിക്കും ഇന്ത്യന്റെ മറ്റു സംഭവം തന്നെ. ഇനി എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യാം. പിന്നെ ടേക്ക് ദ ബോൾ ആഡ് ഫുഗ്ഗി ഇൻ ദ ബൗൾ. സെർവ്. അത്ര ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബൗളാണ് എടുക്കേണ്ടത്. ഇതാണ് ബൗള്. ഇനി ഇതേപോലെ മാഗി എടുക്കുക. മാഗില ഫുഗ്ഗി ഏട്ടാ ഫുഗ്ഗി. ടോറപ്പുജിന്റെ എന്തോ ഏറ്റവും വലുതാണെന്ന് തോന്നുന്നേ. പിന്നെ അല്ല ഇവലൊക്കെ മൂന്തത്തെ ഇങ്ങനെ നമുക്ക് പൊയിന്ന് കിട്ടുന്ന കല്ല് മതി. മുണങ്ങേട്ടാ ഈ ഫുഗ്ഗി നല്ല രസമുണ്ട്. സാമ്പായി മാങ്ങ ഇവ വിളിക്കണില്ലേ നമ്മളെ മണ്ടക്ക് ഞാൻ കുത്തു. ഓക്കെ ഗൈസ് നെക്സ്റ്റ് കസ്റ്റമർ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓ പുതിയ ട്രെയിൻ വരുന്നോ പോകണൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടുത്തെ ട്രെയിൻ അനങ്ങണില്ല. ഓ ഇതേതാ സ്ഥലം നമുക്കറിയില്ല. നിലമ്പൂര് അല്ല ഫക്രിപൂരോ? ഓക്കെ ഫക്രിപൂര്. അതേപോലെ തന്നെ ട്രെയിനിൽ പോകുന്നത് ഫക്രിപൂര് ടു ഷോണാപൂരോ. ഷോണാപൂര് ചോട്ടാ ഭീമിന്റെ സ്ഥലല്ലേ? അത് ടോലാപൂര അല്ലേ? ഓക്കെ ഗൈസ് നമ്മളെ നെക്സ്റ്റ് കസ്റ്റമർ വരുന്നുണ്ട്. ഏട്ടാ എന്താ വേണ്ടേട്ടാ? ഇവനല്ലേ ഇഡിയറ്റ് നമ്മളെ വിളിച്ചിരുന്നത്? ഇവനെ വിളിച്ചിരുന്നതാ. സമൂസക്ക് എന്താ വില? എന്റെ വൈഫിന് അത് വേണോ? എന്റെ വൈഫിന് അത് വേണമെങ്കിൽ സമൂസക്ക് വില വയ്ക്കണല്ലേ? വരാൻ ഞാൻ ഒരു 40 തരാം. അയ്യോ 20 റുപ്യ. മതി. 40 റുപ്യക്ക് ഞാൻ 2 തരാം. നടന്നില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് കാണാപ്പാട്ടിട്ട് ചായ എടുക്കാം. വാ ചായ എടുക്കണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓക്കെ നമുക്ക് ആദ്യം വെള്ളക്കുപ്പി എടുക്കുക. ഈ ബോളില് ചട്ടിയിലിടുക. ചായപ്പൊടി എടുക്കുക, ഷുഗർ എടുക്കുക, ഇനി മിൽക്ക്. ഓക്കെ ഓ സാധനങ്ങളൊക്കെ അതിനനുസരിച്ച് കൈകൊണ്ടുണ്ട് കേട്ടോ. ഇനി ജിഞ്ചറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചായ റെഡി. ലെറ്റ്സ് ഗോ. ഇവിടെ നമ്മൾ പഠിച്ചുട്ടോ, സംഭവം പഠിച്ചു. ഇനി നമുക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി. നീ യൂട്യൂബ് നിർത്തിയാലും എനിക്ക് പൈസ ഉണ്ടാക്കാല്ലോ മാർഗായി. ഓക്കെ ചായയും കിട്ടിയിട്ടുണ്ട്. നമ്മുങ്ങിക്കോ. ഓ സമൂസയും കൂടി വേണല്ലേ? സമൂസ നമ്മൾ നോക്കിയിട്ടില്ല. ടേക്ക് പേപ്പർ പ്ലേറ്റ്. ഫസ്റ്റ് തന്നെ നമ്മൾ പേപ്പർ പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് സമൂസ പാക്കിംഗ് സ്റ്റേഷനിൽ വെക്കുക. ആഡ് സമൂസ. ഓക്കെ സമൂസ കെച്ചപ്പ് ആഡ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ സമൂസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ? നമ്മുങ്ങേ എന്നിട്ട് എന്റെ വൈഫിന് കൊണ്ടേ കൊടുക്ക്. സമൂസ ലുക്സ് ഗുഡ്. സമൂസ നല്ല രസമുണ്ടല്ലോ. എനിക്കറിയാം എന്റെ വൈഫ് റേച്ചലിന് ഇത് ഇഷ്ടപ്പെടും. കുഴപ്പമില്ല ഇന്റേതാണെന്ന് പറയാൻ വേണ്ടിട്ടോ. എന്നിട്ട് ഇടക്ക് വരുവേണ്ടി ഐ ഷുഡ് പിക്ക് അപ്പ് ദ ഡർട്ടി കപ്സ്. ഓ ആൾക്കാർ ചായ കുടിച്ച കപ്പൊക്കെ അവിടെ തന്നെ വെച്ചിക്കാണ്. എടാ കണ്ണട പൊട്ട. ഇതൊക്കെ വേസ്റ്റ് ബാസ്കറ്റ് കിട്ടണ്ടേ? ഇവിടെ നീച്ചൂല. എന്തെങ്കിലും നോക്കണ്ട ആവശ്യം? ഒച്ചിമൂലിയൊന്നും ഉണ്ടാക്കലടാ. അയ്യോ ഇവന്തെങ്ങനെ നോക്കണേ? ഓ എല്ലായിടത്തും ഇവനൊരു ഒറ്റ ചായ നല്ലേ കുടിച്ചിക്കണേ. ഇവന്തെങ്ങനെ നോക്കണേ? പോടാ. ഇനി നമുക്ക് ഇവിടുത്തെ കപ്പ് എടുക്കുക. അതേപോലെ ഒരു കപ്പ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ 5 കപ്പ് നമുക്ക് എടുക്കേണ്ടത്. ഓ ഇവിടെയാണ് വേസ്റ്റ് കൊട്ടാ. ഓ ലീവ് ദ ഹോം. ഓക്കെ നമ്മളോട് ഹോമൊക്കെ പോകാൻ പറഞ്ഞു. ഞാൻ അത് കണ്ടിട്ടില്ലേനു. ഓക്കെ അങ്ങനെ നമ്മൾ ഹോമൊക്കെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഗൈസ് ഫസ്റ്റ് ഡേ നമ്മൾ ഉദ്ഘാടനം ആയതുകൊണ്ട് വലിയ കച്ചവടം ഒന്നും വന്നില്ല. ആകെ 3 കസ്റ്റമർ വന്നിട്ടുള്ളൂ. സോ ഇന്ന് നമുക്ക് കുറെ കച്ചവടം പിടിക്കണം. തക്കണേ ഈ ആടി കുത്തിറക്കണേ ഊഞ്ഞാലാടിനെ. അടാ വൈ ആർ യു വോബ്ലിംഗ് ബ്രദർ? അത് നീയല്ലേ വോബിളാവണേ, ഞാനല്ല. ഇവ പറഞ്ഞത് എന്തെങ്കിലും ആടിക്കൊഴിഞ്ഞ് നിക്കണതെന്ന്. ഓ ഇന്ന് പുതിയ ആളെ കടന്നുറങ്ങണടാ. കുറച്ചുകൂടി അപ്പുറത്ത് കിടക്കടാ. അല്ലാന്ന്. ഓക്കെ അങ്ങനെ നമ്മളെ ഫസ്റ്റ് അല്ല സെക്കൻഡ് ദിവസം ഓൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട. ഓ നമുക്ക് ഫസ്റ്റ് ന്യൂസ് പേപ്പർ വായിക്കണം. വൈഫ് റാൻ അവേ വിത്ത് ഹെർ ലവർ വെൻ ഷീ സെൻഡ് ഹെർ ഹസ്ബൻഡ് ടു ബൈ സമൂസ. ഗൈസ് നേരത്തെ സമൂസ വാങ്ങാൻ വന്ന ആളില്ലേ? അയാളെ വൈഫ് അയാളെ സമൂസക്ക് പറഞ്ഞിട്ട് വേറെ ആളപ്പം ഒളിച്ചോടി പോയി. പച്ചപ്പാവടാ. അത് തന്നെ ഈ ഊഞ്ഞാലാടിനല്ലോ കിട്ടിയത്. എന്താ എനിക്ക് വേണ്ടത്? സിസ്റ്ററോ ഞാനടാ റപ്പോ പോയി കുടുക്കൊക്കെ കുപ്പായിട്ട്. ഐ ആം എ മാൻ. അതല്ലേ എന്നാ മാനെ എനിക്കൊരു ഫുഗ്ഗി വേണോ, ഒരു കൊക്കിലക്കോല വേണം. കൊക്കിലക്കോലെ എന്താ കൊക്കിലക്കോല? ഓ ഗൈസ് ഇതാണ് കൊക്കിലക്കോല. നമ്മളെ കൊക്കക്കോളല്ലേ അതിന്റെ ഫേക്ക്.
ഹിന്ദിയിലൊക്കെ അങ്ങനത്തെ അല്ലേ നമ്മളിപ്പോ ടിലോ വാങ്ങുമ്പോ ടില്ലോ പറഞ്ഞിട്ടൊക്കെ കുറെ സംഭവങ്ങളില്ലേ അതേപോലെ തന്നെ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫുഗി അല്ലേ വേണ്ടത്. ആദ്യം ഫുഗി എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നു. നമ്മൾ വെള്ളം കുറച്ച് ചൂടാക്കുന്നു, മാഗി അതിലേക്ക് ഇടുന്നു, മസാല അതിലേക്ക് ഇടുന്നു. ഇനി ഇത് വെയിറ്റ് ചെയ്താൽ മാത്രം മതി, അപ്പൊ എനിക്ക് ഫുഗി ആകും. ബാ ഓക്കെ, ഫുഗി ആയിട്ടുണ്ട്. ബൗൾ എടുക്കുന്നു. മുണങ്ങേ സെറ്റപ്പ് സാധനല്ലേ. താങ്ക് യു. ഒന്നും കൊണ്ട് പഠിക്കണ്ട, വീണ്ടും പഠിക്കുക. ഇതേപോലെ തന്നെ നിലത്ത് ചവിട്ടിട്ടുള്ള മാഗികൾ ഇനിയും തരും. അങ്ങനെ നമ്മള് ഈ ഓർഡർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ചെങ്ങാനെ അങ്ങോട്ട് തട്ടിട്ടാലോ. കണ്ണടപ്പൊട്ടാ, യു വോണ്ട് ലെറ്റ് മീ ലൈ ഡൗൺ പീസ്ഫുള്ളി. പീസ്ഫുള്ളി അല്ലടാ, ഇവിടെ ഇതൊരു ട്രെയിന് ചീറിപ്പാഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്റെ തലയും കണ്ണടക്ക് ഈ കൂടി ഞാൻ പോകും. നീച്ചു പൊക്കോ. ആരോട് പറയുന്നേ? ഓക്കെ, പുതിയ കസ്റ്റമർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നന്നാക്കാൻ നിൽക്കണം. നമുക്ക് നമ്മൾ നോക്കിയാ പോലെ. ഇവന് വേണ്ടത് ചായയും വടാപ്പാവും ആണ്. ഓക്കെ, പേപ്പർ പ്ലേറ്റ് എടുക്കുക, ഇവിടെ വെക്കുക, പാവ് എടുക്കുക, ഇവിടെ കട്ട് ചെയ്യുക, വടാപ്പാവ്. ഞാൻ അതേപോലെ ചില്ലി എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടോ അല്ലേ, ഏകദേശം എല്ലാം പഠിച്ചു. ഇനി ടീ അല്ലേ, ടീ ഒക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ചായപ്പൊടി, ഷുഗർ, ജിഞ്ചറും കൂടി കറക്റ്റ് ആയിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കപ്പ് എടുത്തോ, ചായ എടുത്തോ, മുണങ്ങിക്കോ, പോട്ടെ. താങ്ക് യു. ഓക്കെ, ഡു യു നമ്മുടെ അടുത്ത് 500 ചില്ലർ ഉണ്ടോന്ന് അവൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് സോറി ഐ ഡോണ്ട് ഹാവ്. ഞാൻ ഇപ്പൊ കട തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ പൂട്ടിച്ചല്ലേ. അല്ലാതെ ഇവരോടൊക്കെ പറയാ യു ക്യാൻ കീപ് ദ ചേഞ്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അവർക്ക് ചായ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ചങ്ങായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 500 ചില്ലറേ തുടങ്ങിയിട്ട് ആകെ 20 ഉറുപ്പിട്ടുള്ളൂ. നമുക്ക് ഇവനെ കണ്ടിട്ട് തന്നെ പേടിയാണ്. ഏട്ടാ എന്താ വേണ്ടത്? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ട്രെയിൻ. അത് ഇവിടെ കിട്ടൂല, അത് അപ്പുറത്ത് പോയി നിൽക്കണം. അതല്ല കേട്ടോ, മൈ ഫ്ലൈറ്റ് ഗോട്ട് ക്യാൻസൽഡ്, സോ ഐ ഹാഡ് ടു ടേക്ക് ദിസ് ട്രെയിൻ. അതായത് ഇവന് പോണ വിമാനം ക്യാൻസൽ ആയിട്ടുണ്ട്, അപ്പൊ ഇവനക്ക് ഈ ട്രെയിൻ കിട്ടണം. ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? സോറി മാൻ, സൗണ്ട് ഓഫുൾ. എന്നാ എനിക്കൊരു വടാപ്പാവും അതേപോലെ തന്നെ ഒരു കോഫിയും തരാൻ പറഞ്ഞിട്ടുണ്ട്. ബാ ഇപ്പൊ തരാം. വടാപ്പാവല്ലേ, നമുക്ക് ആദ്യം പേപ്പർ പ്ലേറ്റ്, പാവ്, വട, ഇത്ര ഉള്ളൂ വടാപ്പാവ്. കണ്ടോ, സിമ്പിൾ. കോഫി നമുക്ക് സിമ്പിളാ, ഇത്ര ഉള്ളൂ. ഈ 2 സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടോ. നമ്മുടെ പൈസ വേണം കേട്ടോ. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ മണ്ടക്ക് ഞാൻ കിട്ടും. ഓക്കെ, വടാപ്പാവ് ലുക്സ് ഡെലീഷ്യസ്. ഇവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സാധനം ഇഷ്ടപ്പെട്ടു അളിയാ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ ഉള്ള വേസ്റ്റാളൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. ഇവിടെ ഒന്നുണ്ടാകും. ഇവരൊക്കെ തിന്നതൊന്നും വലിയ വേസ്റ്റ് കുട്ടിയിലിടില്ല കേട്ടോ. കണ്ടോ, എത്ര 5 നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, 5 നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ 3 കളക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 4, 5. ലെറ്റ്സ് ഗോ. ബൗൾ ഈസ് മിസ്സിംഗ്. ഗൈസ്, ഒരു ബോൾ മിസ്സിംഗ് ആണ്. അത് സ്റ്റെയറിന് അടുത്തുണ്ടാവും എന്നാണ് പറയുന്നത്. ഏത് സ്റ്റെയർ? ഇതാണ് സ്റ്റെയർ. ഇതന്നെയല്ലേ സ്റ്റെയർ? ഇതിന്റെ ബാക്കിൽ വല്ല തോന്നിഞ്ഞ സ്ഥലം. നമുക്കൊന്ന് പോയി നോക്കാം. ഇതിന്റെ ബാക്കിൽ എന്താ ഉള്ളത് നോക്കി നോക്കാം. ഇവിടെയൊക്കെ കുറെ വേസ്റ്റും അതേപോലെ തന്നെ കുറെ നമ്മളെ ഈ ടൂർ പോകുന്ന ലഗേജുകളൊക്കെ ഉള്ളത്. സോ നമുക്ക് എന്തായാലും ഫൈൻഡ് ദ മിസ്സിംഗ് ബോൾ. ഇതാടാ, കിട്ടി. എന്തോ സൗണ്ട് ഉണ്ടായിടാ. ഗൈസ്, കള്ളം കയറി. നമ്മുടെ ഷോപ്പിൽ കള്ളം കയറി. അവിടെ 2ാമത്തെ ദിവസമായിട്ടുള്ളൂടാ. ഒന്ന് പോയി നോക്കാം. നമുക്ക് ആരോ കേറിയിട്ടുണ്ട്. അറിയപ്പെടാ, പുതിയ കടയടാ. പ്ലീസ് എടാ, ആകെ 2 പാലും പാക്കറ്റ്, ഒരു കൊലയുണ്ട്. അതുകൂടി ബ്രോ, ഇതാരാ സ്പൂണ് കണ്ണുമ്മ കെച്ചപ്പാക്കി വെച്ചിക്കണേ. നേരത്തെ അടിച്ചു വന്നിട്ടില്ലേ ഒരു കിളിവാറി. ഓനാരോ കൊന്നിട്ടിട്ടുണ്ട്. എവരിവൺ ഈസ് ഗോയിങ് ടു കിൽ. നമ്മള് കൊന്നതാണെന്ന് തെറ്റിദ്ധരിക്കും എല്ലാരും. നമ്മളെ കടിയിലല്ലേ വന്ന് കിടക്കണത്. ദെർ ഈസ് എ ട്രെയിൻ കമ്മിങ് സൂൺ. കുറച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ട്രാക്കൊക്കെ നമുക്ക് ഈ ബോഡി ഇടാന്നാണ് ഇവന് പറയണത്. കേറി വാടാ മുത്തേ. ഇതെന്തത്? ആരോ സ്പൂണ് വെച്ചുകാണ്ടേ കണ്ണില് കുത്തിയിട്ടിക്കണ് കെച്ചപ്പും. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ചിട്ട് റെയിൽവേ ട്രാക്കൊക്കെ ഇവനെ ഇടണം എന്നാ പറഞ്ഞേ. ഓക്കെ, നമ്മൾ റെയിൽവേ ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നൈസാണല്ലോ ഗെയിം. ഇതെന്ത് നൈസാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് വേറെ ഏതോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഏതാ സ്ഥലം? ഹലോ, ഇതേതാ സ്റ്റീൽ ബോഡി? ഇവനല്ലേ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടത്. ഹലോ ഏട്ടാ, നമ്മൾ കറങ്ങണേ. ഹലോ ഏട്ടാ. ഓക്കെ, ഗൈസ്, അത് നമ്മളെ സ്വപ്നേനു. ഓക്കെ, നമുക്ക് എന്തായാലും പത്രം വായിച്ചോക്കെ എന്തെങ്കിലും വന്നുകൊള്ളുന്നുള്ളത്. ഗൈസ്, ന്യൂസ് പേപ്പറിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഡ്രങ്കാർഡിന് സ്ലിപ്പ് ചെയ്തിട്ട് റെയിൽവേ ട്രാക്കൊക്കെ വീണിട്ടുണ്ട്. ഓക്കെ, നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ നൈസിൽ ഒരു മർഡർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളില്. സോ നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താ നോക്കി നോക്കാം. നിങ്ങൾ ഷോപ്പ് കാണാൻ ഒരു ഭംഗിയില്ല. ഞാൻ എഴുതി പോടാ. നീ തിന്നാനൊന്നല്ലേ വന്നിക്കണത്. ഷോപ്പ് കണ്ട് പെണ്ണിട്ടാണോ വന്നിക്കണേ? പോടാ. ഗിവ് മീ 1 സമൂസ ആൻഡ് 1 കൊക്കിലക്കോല. അടയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊക്കിലക്കോല. കൊക്കിലക്കോല ഫസ്റ്റ് ഞാൻ എപ്പോഴും കൊക്കിലക്കോല കൊടുക്കും. അതേപോലെ തന്നെ സമൂസ നമുക്ക് കെച്ചപ്പും കൂട്ടി കൊടുത്തു കഴിഞ്ഞാല് അങ്ങനെ അവന് സമൂസയും കിട്ടിയിട്ടുണ്ട്. പോടാ, ഒരിക്കലും കട പറ്റിയിട്ടില്ലല്ലോ. 2 ദിവസം, 3ാമത്തെ ദിവസമാണിത്. 2ാമത്തെ ദിവസം തന്നെ ഒരാളെ ഉണ്ടാൻ പാടില്ല. ഓക്കെ, എണീറ്റ് പോടാ. ഓക്കെ, ഇവൻ പറയുന്നത് ഇവന്റെ ലഗേജ് നമ്മളെ ഷോപ്പിൽ വെച്ചിട്ടുണ്ടെന്ന്. ഇവൻ വരുന്ന വരെ അതൊന്ന് നോക്കൂന്നും കൂടി അവൻ ചോദിച്ചിട്ടുണ്ട്. അയ്യോ ഏട്ടാ, അത് എനിക്ക് പറ്റൂല. എടാ,
എടാ ഇപ്പൊ ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് എടാ പോയടാ. ഇതാണ് അവന്റെ ലഗേജ്. എന്തെങ്കിലും ഉണ്ടോ നോക്കണം നമുക്ക്. വേണ്ടല്ലേ, പിടിച്ചടിച്ചോ. നെക്സ്റ്റ് കസ്റ്റമർ കമോൺ. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമറിന് എന്താ വേണ്ടത്? ലുക്ക് ലൈക്ക് യു ആർ ടെൻസ്ഡ് അബൌട്ട് സംതിങ്. ഗൈസ് ഇവൻ പറയുന്നത് നിങ്ങൾക്ക് എന്തോ ടെൻഷൻ നിങ്ങളെ മുഖത്ത് കാണുന്നുണ്ടെന്ന്. ഞാൻ ചിരിച്ചിക്ക. ഇപ്പോഴോ? ഇപ്പൊ ഇല്ലാന്ന്. അപ്പൊ അവൻ ചോദിച്ചു കോഫിയും മാഗിയും തരാനും വേണ്ടി. അത്രേ ഉള്ളൂ. കണ്ടോ, നമ്മളെ ആക്ടിങ് ആയിരിക്കണം എപ്പോഴും. കിണ്ടി ഇത് മുറിച്ചിടട്ടെ. നീ ചെങ്ങായിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ബാങ്ക് കൊടുക്കട്ടെ. മോനെ ഫുഗി റെഡി. ഇനി ഒരു കോഫിയും കൂടിയാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമുക്കാണ് പോയി കിട്ടും. നമ്മള് ഇവന്റെ മുഖത്ത് നോക്കുമ്പോ ചിരിച്ചിങ്ങനെ നിക്കാട്ടോ. കുടിക്കടാ. അവൻ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. നോ പ്രോബ്ലം. പൊക്കോ കാണാം. വിട്ടുപോ. നെക്സ്റ്റ് കസ്റ്റമർ എത്തിയിട്ടുണ്ട്. ഇവൻ പറയുന്നത് വടാപ്പാവും കൊക്കിലക്കോലയും. ലെറ്റ്സ് ഗോ ഗൈസ്. കൊക്കിലക്കോല വടാപ്പാവ്. ഓക്കെ, പേപ്പർ പ്ലേറ്റ്, പാവ്, വട, 2 മുളക് കൊടുത്തു കഴിഞ്ഞാ വടപ്പാവ്. ലെറ്റ്സ് ഗോ ബ്രോ. അപ്പൊ പറയും വടപ്പാ വാ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ അവൻ ഇമ്മിട്ടുണ്ട്. അയ്യോ, ഗാർബേജ് സ്റ്റേഷൻ ടു ബിഹൈൻഡ് ദ സ്റ്റേജ്. അയ്യോ, ഞാൻ എന്താ വായിച്ചു നോക്കാൻ മറന്നുപോയി. എന്താ നമ്മളോട് പറഞ്ഞത്? ഓ, ത്രോ അവേ ദ ഗാർബേജ് ബാഗ്. ഇത് ഗാർബേജ് ബാഗ്. ഇതാണോ ഗാർബേജ് ബാഗ്? ഓ, ഇതാണ് ഗാർബേജ് ബാഗ്. ഇത് നമ്മൾ നേരെ എവിടെ പോയി ത്രോ ചെയ്യണം എന്ന് വെച്ചാല്, ഓ എനിക്ക് തോന്നുന്നതില്ലേ, നമ്മൾ സ്റ്റെയറിന്റെ ബാക്കിൽ പോയിട്ടാണ് ഈ ഗാർബേജ്, അതായത് നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ 3 ദിവസത്തെ ചായ ഉണ്ടാക്കിയപ്പോ ഇത്ര വേസ്റ്റോ. ഇതെന്ത് കിണ്ടി? ഇവിടെയാണെന്നാ തോന്നണേ, എനിക്കറിയില്ലല്ലോ. തീർച്ചയായും മൈ ടൈം ടു വർക്ക് ഈസ് ഓവർ. ഓക്കെ, ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മള് ഷോപ്പില് ബാഗ് വെച്ച് പോയ ആൾ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. ഓക്കെ, സോ നമുക്ക് ആ ബാഗ് എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാം. അതാ നല്ലത്. ഓടിക്കോ. പിന്നെ സ്പ്രിന്റ് ചെയ്യാനുള്ള കഴിവില്ല കേട്ടോ, സത്യമായിട്ടും. ഇനി ആ ബാഗ് അവിടെ ഉണ്ടാവോ പറയാൻ പറ്റൂല. കണ്ടു. അതാ പറഞ്ഞത്, ഞാൻ ഈ ചായക്കടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ടു, ആരോ അത് അടിച്ചു മാറ്റിയടോ. അത് ആ ബാഗ്, മഞ്ഞ ബാഗ്. അവിടെ ഉള്ളത് ഫൈൻഡ് ദ ലഗേജ് ബാഗ്. ആരും കൈയില്ലേ? ശരിയാ. നോ ഡിഡ് ദിസ് ഹാപ്പൻ അഗൈൻ? ഓക്കെ ഗയ്സ്, ആരോ ഒരാളെ ബോഡി ഇതിന്റെ ഉള്ളിലുണ്ട്. ദിസ് ഈസ് ദ സെയിം മാൻ ഹു ഗേവ് മീ ദ ബാഗ്. ഓക്കെ, നമുക്ക് ബാഗ് തന്ന ആൾ തന്നെയാണ് ആ ബാഗിന്റെ ഉള്ളിലുള്ളത്. വാട്ട് ഷുഡ് ഡു ഐ ഡു? നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? ഐ ഷുഡന്റ് കീപ് ദിസ് ബാഗ് ഇൻസൈഡ് ദ ട്രെയിൻ. ഓക്കെ, നമുക്ക് ട്രെയിനിന്റെ ഉള്ളിൽ ഈ ബാഗ് ഇട്ട് വെക്കാന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇത് ട്രെയിനിന്റെ ഉള്ളിൽ വെക്കാനാ പറയുന്നത്. ഇതിന്റെ ഉള്ളിലാണ് വെക്കേണ്ടത്. നമുക്ക് വേഗം പോയി വെക്കടാ. എടാ, നമ്മൾ ചായ ഉണ്ടാക്കാൻ വന്നിട്ട് ഇല്ലോലെ മർഡർ ബോഡി ഒക്കെ കുഴിച്ചിടലാണല്ലോ നമ്മൾ പരിപാടി. ഓക്കെ ഗൈസ്, നമ്മളത് ഇതെന്താ, നമ്മൾ ഓരോ ദിവസവും സ്വപ്നം കാണുന്നതാണത്. ഇവിടെ വന്നിട്ട് ഒന്ന് കറങ്ങേണ്ടി വരും കേട്ടോ, എന്നാലേ നമ്മളെ സ്വപ്നം ഫുൾ ആവുള്ളേ. കണ്ടോ, കറങ്ങണ്ടേ. നീ ഇറങ്ങും, അവനാ കറങ്ങിയത്. ഓക്കെ ഗൈസ്, ഡേ 4 ആയിട്ടുണ്ട്. അതായത് 2 മർഡർ 4 ദിവസമായി പോത്തും. ഞാൻ വില്ലാളി തന്നെ. ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് ബോഡി കണ്ടുപിടിച്ചിരിക്കണോന്നുള്ളത് പേപ്പറിൽ നോക്കിയിട്ട് വായിച്ചു നോക്കാം. ഡെഡ് ബോഡി ഫൗണ്ട് ഇൻസൈഡ് ദ ലഗേജ് ബാഗ് ഓൺ ദ ഷോൺപൂർ ട്രെയിൻ. ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂസ്. ഗൈസ്, ആ ബോഡി കണ്ടെത്തിയിട്ടുണ്ടാ. ഇനി എന്താ നടക്കണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ലെറ്റ്സ് ഗോ. നീ കല്യാണം കഴിച്ചതാണോ? ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, സിംഗിളാ. അയ്യോ, നമ്മൾ മാരീഡ് ആടാ. ഇതിന്റെ ഉള്ളിൽ ഞാൻ മറന്നുപോയി. ഓക്കെ, ഇവനക്ക് വാട്ടർ ബോട്ടിലും സമൂസയാണ് വേണ്ടത്. ഓക്കെ, വാട്ടർ ബോട്ടിൽ 1, സമൂസ 1 കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ കഴിഞ്ഞിട്ട് പോകോ. ഇനി നീ ചിലക്കരുത്. ഓക്കെ, അവൻ അത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കസ്റ്റമർ. ഓ, നമ്മളോട് ചായ ഉണ്ടാക്കല മിൽക്കോ കഴിഞ്ഞു. അത് പോയിട്ട് നമ്മളോട് കൊണ്ടുവരാനാ പറഞ്ഞിട്ടുള്ളത്. ചെയറിന്റെ അവിടെയാണ് പെട്ടുള്ളത്. അല്ല ഏട്ടാ, ഇതൊക്കെ എന്താ പേര് മൂന്നൊക്കെ എന്തെങ്കിലും ബലൂണൊക്കെ ഉറപ്പിച്ചിട്ട മതിയില്ലേ. ഓക്കെ, ഇതാണ് മിൽക്ക് പാക്കറ്റ്. ഓക്കെ, വാക്കൂൾ പ്ലാറ്റിനം മിൽക്ക്. ലെറ്റ്സ് ഗോ. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ തുറന്നു. ഓ, നമ്മൾ വെറുതെ തൊട്ടാ മതി, അപ്പൊ തന്നെ വെച്ചിട്ടുണ്ട്. അടക്കൂ. നീ നെക്സ്റ്റ് കസ്റ്റമർ വരണം. ഓ, വന്നോ അളിയാ? വിലക്ക് മൂന്ന കണ്ട, വിലക്ക് മുഖം നോക്കാം. ഹേ ബ്രദർ, വാട്ട് ഈസ് ഗോയിങ് ഓൺ? അത് ഇന്നോട് വെച്ചിട്ട് എനിക്ക് ചായ വേണമെങ്കിൽ ചായ വേണം പറഞ്ഞ പോരെ. 2 ആളെ കൊന്നിട്ടുള്ളതാ. അന്നി കൊല്ലു. കണ്ടോ, കൊന്നതല്ല, ആരോ കൊന്നത്, ആരതൊക്കെ ബോഡി എടുത്ത് മുക്കി വെക്കുക. അതഞ്ച പണി. ഓക്കെ, കൊക്കിലക്കോല 1 വടാപ്പാവും. ലെറ്റ്സ് ഗോ. കൊക്കിലക്കോല വടാപ്പാവ് ആണ് എനിക്ക്. ഓക്കെ, വടാപ്പാവ് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ മുണുങ്ങ് പൊട്ടെ. ഇവിടുത്തെ എല്ലാവർക്കും എന്റെ ഇഷ്ടപ്പെട്ടിരിക്കണ്. പക്ഷെ എന്തൊക്കെ പ്രശ്നം ഉണ്ട് ഈ റെയിൽവേക്ക്. ആരൊക്കെ കൊന്നിട്ട് ഇന്റെ കടയിൽ കൊടുത്ത് കുഴിച്ചിട്ടുണ്ട്. എന്തിന്? അവിടെ ആ ട്രെയിനില്ലേ, ഓൾക്ക് ചെയ്തൂടെ? ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ഇവന്റെ കല്യാണം നടക്കാൻ പോകാണ്. അതിന് ഒരു ചായയും വടാപ്പാവും വേണം. അതിന് ഞാൻ എന്താ ഓഫർ കൊടുക്കണോ? പിന്നെ 20 റുപ്യക്ക് ഓഫർ കൊടുത്താൽ എനിക്ക് എന്താ ഇന്ന് കിട്ടുക? മാങ്ങ, ചായപ്പൊടി, ഷുഗർ, ജിഞ്ചറും കൂടി ഇട്ടാ ചായ റെഡി അല്ലേ? ലെറ്റ്സ് ഗോ. ചായ റെഡി ആയിട്ടുണ്ട്. അതിന്റെ അടിയിൽ എന്താ വേണ്ടത്? വടാപ്പാവും കൂടി തന്നെ ഉണ്ടായി കൊടുക്കാം. വടാപ്പാവായി, അതേപോലെ ചായയായി. ഇവിടെ ഞാൻ ഇപ്പൊ ഒട്ടിപ്പൊടി ചായക്കടക്കന്നെ 4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എല്ലാം പഠിച്ച് എല്ലാം സെറ്റല്ലേ മച്ചാ?
ബ്രോ ഇളഞ്ച ചായ കുടിച്ച് ചെക്കൻ ചത്ര ഏട്ടാ കട പൂട്ടിച്ചല്ലേ ഇവന്റെ കല്യാണം കൂടിയാണ് മറ്റന്നാ. വാട്ട് ഹാപ്പൻ ടു ഹിം? അടാ എന്താടാ പറ്റിയത്? ഏട്ടാ ചാകല്ലേ? ഞാൻ നല്ല ഇതിപ്പോ വേസ്റ്റ് ആയോ? ഏട്ടാ എണീക്കേട്ടാ ചാകല്ലേ? ഐ തിങ്ക് ഹി ഡൈഡ് ഡ്യൂ ടു പോയിസൺ. അയ്യോ ഇഞ്ചി ചായയിൽ പോയിസൺ ഉണ്ടായിരുന്നു തോന്നണേ. ചായ വാസ് പോയിസൺഡ്. അയ്യോ ചായ പോയിസൺ ആയിരുന്നു. എല്ലാരും കരുതൂലേ നമ്മൾ പോയിസൺ ഇവൻ അടുപ്പിച്ചു എന്നുള്ളത്. സോ ഇവന് നമുക്ക് ഇനി ട്രാഷ് ബാഗിന്റെ ഉള്ളിൽ കയറ്റണം. എന്ത് കഷ്ടാത്. ഓക്കെ ഗെറ്റ് ദ ട്രാഷ് ബാഗ് ഫ്രം ദ ബിഹൈൻഡ് ദ ഷോപ്പ്. ഓക്കെ ഇതാണ് ട്രാഷ് ബാഗ്. എടാ എത്താടാ അത്. ഇനി ഇത് നേരെ ഇതിന്റെ ഉള്ളിൽ കയറ്റണം. ഓക്കെ കീസിന്റെ ഉള്ളിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതവിടെ കൊണ്ടുപോയി ത്രോ അവേ ദ ഗാർബേജ് ബാഗ്. ഓക്കെ നമ്മൾ സ്റ്റെയറിന്റെ ബാക്കിലുള്ള ഗാർബേജിന്റെ സ്ഥലത്തേക്കില്ലേ ഇത് നേരെ കൊണ്ടുപോയി തട്ടുക. ഓ ബ്രോ ആരും കണ്ടിട്ടില്ല. ഡ്യൂ ടു സ്മെൽ വേസ്റ്റിന്റെ ഒക്കെ മണം കാരണം ആരും ഇത് നോട്ടീസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ദ മിൽക്ക് വാസ് പോയിസൺഡ്. ഗയ്സ് നമുക്ക് തന്ന മിൽക്ക് ഇല്ലേ ആ പെട്ടി മിൽക്ക് അതിലാണ് പോയിസൺ വന്നിട്ടുള്ളത്. എന്റെ അയ്യോ അതെന്താ പറ്റി? ഇവിടെ നമ്മളാരും വലിച്ചു കൊണ്ടുപോയിരുന്നു. കളി തുടങ്ങിയപ്പോ ഇങ്ങനത്തെ ഒരു സീൻ ഞാൻ കണ്ടതാ. ഓ നമ്മൾ തലക്കാരും അടിച്ചു. ഓ ഗൈസ് ഇവന് അടാ ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ട്രെയിൻ ട്രാക്കിൽ ഇട്ടൊരു ചെങ്ങായി. ഐ നോ യു ആർ ദ സെയിം ഗൈസ് ഹു ഗേവ് മീ സച്ച് എ ഹ്യൂജ് ടിപ്പ്. ഓക്കെ ഹ്യൂജ് ടിപ്പ് അതായത് ചേഞ്ച് ചോദിച്ചിട്ടില്ലേ 500-ന്. അപ്പൊ അവൻ തിന്നു 500 നിങ്ങൾ പിടിച്ചോളി പറഞ്ഞു. ചേഞ്ച് ഒന്നും വേണ്ട അവനാണിത്. അപ്പൊ ഇവനാണ് മർഡർ ചെയ്തതെന്നാണ് നമ്മൾ ചോദിച്ചത് കേട്ടോ. വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ? അതെന്തിനാണ് മാങ്ങാണ്ടി മോറ എന്നോട് ചെയ്തത്? അല്ലെങ്കിൽ ചായത്തെ പഞ്ചസാര ഇഞ്ചൊക്കെ നിലത്തേക്ക് ചാടിയിട്ടാ ഞാൻ കൊടുക്കണേ. വൈ ഹാവ് യു ടൈഡ് മീ അപ്പ്? ഓക്കെ നമ്മളെ കെട്ടിട്ടേക്കാണ്. യു ഡോണ്ട് റിമെമ്പർ മീ ബട്ട് യു മൈറ്റ് റിമെമ്പർ മൈ ഫാദർ. ഓക്കെ ഇവന്റെ വാപ്പാനെ എനിക്ക് അറിയാന്നാ പറഞ്ഞത്. എന്റെ വാപ്പാനെ എച്ച് എങ്ങനെ അറിയണേ? ഇവന്റെ വാപ്പാനെ എങ്ങനെ എനിക്ക് അറിയണത്? 10 years ago. ഓക്കെ 10 കൊല്ലം മുന്നേ. നമുക്ക് എന്തായാലും ഒന്ന് പോയേക്കാം. ഓണറോട് ഒന്ന് സംസാരിക്കാനാണ് പറയുന്നത്. ഇതാണ് ഓണർ. ഓ ബോസ് ഇവനാണ്. ഹലോ ബോസ്. ഓ നമ്മൾ ഫസ്റ്റ് ലേറ്റ് ആയി വന്നിട്ടുണ്ട്. സോറി മൈ വൈഫ് ഹാഡ് ഓപ്പറേഷൻ ഓഫ് ഹെർ നീസ്. അതായത് മുട്ടുകാലിന് ഓപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തതെന്ന് ഇയാളോട് പറഞ്ഞു. നമ്മള് ഡോണ്ട് ബി ലേറ്റ് നെക്സ്റ്റ് ടൈം. പിന്നെ ബോസ് പറഞ്ഞു നമ്മളോട് ഇനി ലേറ്റ് ആവരുത് എന്നുള്ളത്. ഓക്കെ യെസ് ബോസ് ഞാൻ ലേറ്റ് ആവില്ല. ഞാൻ അതായിരിക്കും മനസ്സിലായില്ലേ സ്ട്രൈറ്റ്. ഓക്കെ അങ്ങനെ നമ്മള് കടന്റെ ഉള്ളിൽ വീണ്ടും കയറിയിട്ടുണ്ട്. ഓക്കെ കൊക്കിലക്കോലിയും വടാപ്പാവും ആണ് ഇവർക്ക് വേണ്ടത്. വാ കൊക്കിലക്കോലപ്പൊടി വടാപ്പാവ് ഓ അന്നത്തെ അതേ ഷോപ്പ് തന്നെ കേട്ടോ മാറ്റൊന്നുമില്ല. നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റ് ആയിട്ടുണ്ട്. പോട്ടെ അവനും അത് കൊടുത്തിട്ടുണ്ട്. ഓ നെക്സ്റ്റ് അത് മാത്രല്ല ഇവിടെ 2 ആൾക്കാരുണ്ട്. ഓ ബഗ്ഗസ് ആണെന്നാ തോന്നണേ. നമുക്ക് എന്തായാലും പോയിട്ട് എന്തെങ്കിലും ദാനം ചെയ്യാൻ പറ്റുമോ? ഏട്ടാ ഓ ഇതവന്റെ മകനാന്നാ തോന്നണേ. കണ്ടോ ഐ ആം വെരി ഹംഗ്രി. ഓ ഇതവന്റെ കുട്ടിയാണ് കണ്ടോ. അതേപോലെ ഇതാരാ ബ്രദർ ഹൗ ആർ യു? ഓ നമ്മളോട് ഹൗ ആർ യു ചോദിച്ചു. ഐ ആം ഗുഡ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് സമൂസ? സമൂസന്റെ വില ചോദിച്ചു. സമൂസക്ക് 10 രൂപ. അപ്പൊ ചായക്ക് എത്രയെന്ന് ചോദിച്ചു. ചായക്ക് 5 രൂപ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവന് പറഞ്ഞു നമുക്ക് ചായ സമൂസയും ആണെന്ന്. ഓൻകോ ഒന്ന് മതി എന്നാ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ നമുക്ക് വേഗം പോയിട്ട് അത് ഉണ്ടാക്കി കൊടുക്കണം. പാവത്തുങ്ങളല്ലേ. സമൂസ എന്നാ പൊടി അതേപോലെ ചായ അല്ലേ വേണ്ടത്. ചായയും കൂടി നമുക്കണ്ട് ഉണ്ടാക്കി കൊടുക്കാം. മിൽക്ക് അവിടെ മിൽക്ക് ചായ എടുക്കൂ. ചായ എടുക്ക്. ചായ എടുത്തിട്ട് കൊടുക്കും മച്ചാനെ. എന്നാ ചായ കുടി. ഐ ഡോണ്ട് ഹാവ് മണി. പൈസ ഇല്ലാന്ന് പറയല്ലേ ബോസ്. അല്ലെങ്കിൽ ഞാൻ ചീത്ത അറിയണ്ട രാവിലെ തന്നെ. മൈ സൺ വാസ് വെരി ഹംഗ്രി. എടാ അവന്റെ മകന് നല്ല വിശപ്പുണ്ട് അവൻ പറയുന്നത്. വാട്ട് ഈസ് ദിസ് നോൺസെൻസ് നമ്മൾ ചോദിച്ചു. എടാ അങ്ങനെ പറയലടാ. പൈസ ഇല്ലെങ്കിൽ എന്തിനാ ഇത് ഓർഡർ ചെയ്തെന്നും ചോദിച്ചു നമ്മള്. ഫോർഗീവ് മീ മൈ സൺ വാസ് വെരി ഹംഗ്രി. അവന്റെ മകൻ ഭയങ്കര വിശപ്പുണ്ടായതുകൊണ്ടാണ് ഇവന് ഇത് ഓർഡർ ചെയ്തെന്നും അവനോട് പറഞ്ഞു. അപ്പൊ നമ്മള് പറഞ്ഞു അവനോട് നമ്മൾ ഇവനെ ശകാരിച്ചു. എടാ പൊട്ട യൂസ്ലെസ്സേ അനക്ക് ഇതിന്റെ അന്തല്ലേ കുന്തല്ലേ മണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. യു വുഡ് നോട്ട് ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് യുവർ സൺ. നിന്റെ മകൻ നോക്കാൻ നിനക്ക് കഴിയൂലെന്ന് ചോദിച്ചു. കസ്റ്റമർ പറഞ്ഞു ബ്രദർ സോറി. നമ്മളോട് സോറി പറഞ്ഞു. നമ്മള് കുറച്ച് വില്ലനടാ. ഈ ചിഹ്ന തന്നെ കിട്ടി ഞാൻ ഇങ്ങനെ കട്ടും. ഞാൻ എങ്ങനെയായാലും എനിക്ക് പൈസ എന്നാലേ ഞാൻ ചായ കൊടുക്കുള്ളൂ എന്ന് നമ്മള് പറഞ്ഞടാ. നമ്മളൊരു സത്യം പറഞ്ഞാൽ നമ്മളൊരു ചീഞ്ഞ സാധനം. അപ്പോ കസ്റ്റമർ പറഞ്ഞു എനിക്ക് കഴിയൂലെന്ന്. ഓക്കെ ഇങ്ങോട്ട് വരെ ചെയ്യരുത് പറഞ്ഞിട്ട് ഇവൻക്ക് അത് കൊടുത്തു. നീ ആ കൊടുത്തക്കല്ലേ ഞാൻ ആ ചായ കൊടുത്തില്ലേ. ഏട്ടാ ചായ കിട്ടില്ലേ? ഐ ആം വെരി ഹംഗ്രി. ഗിവ് മീ സംതിങ് ബ്രദർ. ഓ നമ്മള് കൊടുത്തിട്ടില്ലടാ. ചായ കൊടുത്തില്ല. നമ്മൾ എന്താ അമുക്കല്ലേ ശരിക്കും. എന്താടാ എനിക്ക് വേണ്ടത്? കണ്ണട പൊട്ടാ. ഓക്കേ എന്തോ ഇതെന്താ? ഓ ഗൈസ് എനിക്ക് കണ്ടു നമ്മൾ ഫുഡ് കൊടുത്തില്ല. സോ അതിന്റെ കാരണത്താല് ആ ബർഗറില്ലേ നമ്മള് ചീത്ത പറഞ്ഞ ബർഗർ അയാള് പോയിട്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ചുപോയി. അന്ന് 10 വർഷം മുന്നേ. അപ്പൊ അയാളെ മകനില്ലേ ആ വിശന്ന് കരയുടെ മകന് അതാണ് ഇത്. ഓ
ഓക്കെ യു ആർ യൂസ്ലെസ്. നമ്മളോട് യൂസ്ലെസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അന്ന് പറഞ്ഞ അതേപോലെ തന്നെ 15 ഉറുപ്പിക്കും വേണ്ടി ഇവനെ നമ്മൾ സാഡ് ആക്കി എന്നാണ് ഇവൻ പറയുന്നത്. ഈ ജമ്പഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദി ട്രെയിൻ ആണ്ടോ, ബിക്കോസ് ഓഫ് യു. നമ്മൾ കാരണം ഇവന്റെ അച്ഛൻ ട്രെയിനിന്റെ മുന്നിൽ ചാടി. ഐ എം സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പൊ പറഞ്ഞ് തൊള്ള പൂട്ടാമക്കേന്ന്. ഐ തോട്ട് ഡെത്ത് ഈസ് ഈസിയർ ഫോർ യു. ഇവൻ പറയുന്നത് നമ്മളെ നരകിച്ചു കൊല്ലുന്നൊക്കെയാണ് അവൻ പറയുന്നത്. ബട്ട് യു ഗോട്ട് ലക്കി എവറി ടൈം. ഓ ഇവനാണ് ഈ ബോഡിയൊക്കെ കൂടുന്നത് നമ്മളെ ഷോപ്പിൽ ഇട്ടത്. കാരണം നമ്മൾ ജയിലിൽ കയറ്റാനും വേണ്ടി. പക്ഷെ അതിനൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് രക്ഷയില്ല എന്നാണ് ഇവൻ പറയുന്നത്. ഇനി എന്താ, യു വിൽ ഡൈ എക്സാക്ട്ലി ലൈക്ക് ഹൗ മൈ ഫാദർ ഡൈസ്. അവന്റെ അച്ഛൻ ചത്ത പോലെ തന്നെ അവൻ കൊല്ലുന്നാണ് പറയുന്നത്. നോ പ്ലീസ് ഐ ആം സോറി എന്ന് നമ്മൾ പറഞ്ഞു. ഇവൻ നമ്മളെ തള്ളിയിടാൻ പോകടാ. പോടോ എടാ, നമ്മൾ റെയിൽവേ ട്രാക്കിലാ നിക്കണത്. ഓ അതാ ആരോ ഒരാള് അവന്റെ ബാക്കിൽ വന്നു. അതാരാ? ഓ ആർ യു ഓക്കെ? അവിടെ ഏതൊരു ഒരു ചെങ്ങായി വന്ന് നമ്മളെ രക്ഷിച്ചു. യെസ് ഐ ആം ഓക്കെ, താങ്ക് യു എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു. വാട്ട് ഹാപ്പൻഡ്? ഈ ചെങ്ങായി അവനെ അടിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ദെൻ ഐ പുള്ളിഡ് യു അപ്പ് ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ്. ട്രെയിൻ വരുന്നതിന് മുന്നേ നമ്മളെ അവൻ പൊക്കി എടുത്തും ചെയ്തു. ഇവൻ തന്നെ. അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡന്റ് സേവ് ഹിം. ഹി ഗോട്ട് ക്രാഷ്ഡ് ബൈ ദ ട്രെയിൻ. അതിൽ നമ്മളെ കൊല്ലാൻ വന്ന ആളില്ലേ, ട്രെയിനിന്റെ അവിടേക്ക് വീണുകാണ്ട് മരിച്ചു പോയിന്ന്. നമ്മളെ മാത്രമേ ഇവൻ രക്ഷിച്ചുള്ളൂ. താങ്ക് യു സോ മച്ച് നമ്മൾ അവനോട് പറഞ്ഞു. താങ്ക് യു പറഞ്ഞു. യു സേവ്ഡ് മൈ ലൈഫ്. ബ്രോ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഗെയിം ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഒരു പാഠം പഠിപ്പിച്ചു തന്നു എങ്ങനെയെന്നുള്ളത്. അതായത് ഒരാളും വെറുതെ ചീത്ത പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു സംഭവം പോലും പഠിപ്പിച്ചു തന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഗെയിമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുറെ ഗെയിംസ് കളിച്ചാടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.